നമസ്കാരം സർ. കുറച്ച് സ്വീറ്റ്സ് ആണ് സർ. UKG പഠിക്കുന്ന എന്റെ ഇളയ മോൾക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി. ഇനിയുള്ള കാലം കുട്ടികളെ നമ്മൾ കൂടെ ഇരുത്തി പഠിപ്പിക്കണം സർ. 2 ആഴ്ചയായി ഞാൻ ഇടം വലം തിരിഞ്ഞിട്ടില്ല. ഈ മാസം കുട്ടികളെ പഠിപ്പിക്കല്, കഴിഞ്ഞ മാസം ഭർത്താവിന്റെ അമ്മയുടെ അസുഖം, അതിനു മുമ്പ് വേളാങ്കണ്ണി തീർത്ഥയാത്ര, ശമ്പളം കിട്ടാറാവുമ്പോൾ കേറി വന്ന അറ്റൻഡൻസ് ഒരുമിച്ച് ഒപ്പിടുന്ന ഈ ഏർപ്പാട് ഇനി വേണ്ട. ഒരു രാജിക്കത്ത് എഴുതി തന്നിട്ട് എവിടെ വേണേലും പൊയ്ക്കോ. ഞാനൊരു പ്രാരാബ്ധക്കാരിയല്ലേ സർ? കണ്ടാൽ അങ്ങനെ തോന്നുകയല്ലോ. കണ്ടാ പിന്നെ എങ്ങനെ തോന്നും? പറ സാറേ. നിങ്ങൾ ആദ്യം എക്സ്പ്ലനേഷൻ എഴുതി തന്നിട്ട് പോ. ദേഷ്യം വരുമ്പോ സാറിനൊരു പ്രത്യേക ഭംഗിയാ. അയ്യോ, ദേ മൂക്ക് ചോന്നു. എക്സ്പ്ലനേഷൻ എഴുതി തരുന്നുണ്ടോ ഇല്ലയോ? സാറ് പറഞ്ഞ ഞാൻ എന്തു എഴുതി തരും. സാരി നേരെ ഇട്. എന്തിനെങ്ങനെ പേടിക്കുന്നേ? നേരുന്നില്ല. അയ്യോ സാറേ. സോറി സോറി. വന്നോളൂ. കമിൻ കമിൻ. വേണ്ടളിയാ, ഇറ്റ്സ് ഓൾ റൈറ്റ്. നീഞ്ഞു വാടാ, ഇവിടെ ഒന്നുമില്ല. സാരില്ലളിയാ, ടേക്ക് യുവർ ഓൺ ടൈം. യു ഗെറ്റ് ഔട്ട്. ഹലോ. നീഞ്ഞു വന്നേ. ആരോട് എന്ത് എപ്പോ എങ്ങനെ സംസാരിക്കണമെന്ന് അറിഞ്ഞൂടാ. ബോധമില്ലാത്ത സ്ത്രീ. അതെ അതെ, പാവം. എന്തോന്നു? അല്ല, ബോധമില്ലാത്ത സ്ത്രീയെ. ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഒന്നും നടന്നിട്ടില്ല ഇവിടെ. അതിനിപ്പോ ഇവിടെ എന്തെങ്കിലും നടന്നാൽ തന്നെ എന്തു ആളിയാ? നീ വിചാരിക്കുന്ന പോലെ. ഞാനതിനെന്ത് വിചാരിച്ചു? നല്ല ജിലേബി. ഒരു കുഴപ്പമില്ല, ഒരല്പം കഴിഞ്ഞാ റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. എന്താടാ അർത്ഥം വെച്ചുള്ള ഒരു ഇളി? കൊറേ നേരം ആയല്ലോ. ഒന്നുമില്ല. എഞ്ചിനീയറിംഗിൽ സ്റ്റേറ്റിൽ 3ാം റാങ്ക് ആയിരുന്നു എനിക്ക്. നിന്റെ നോട്ടവും ചിരിയൊക്കെ കണ്ടാൽ അത് എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അളിന് വെറുതെ തോന്നണതാ. ഞാനതൊക്കെ എപ്പോഴേ മറന്നു. മറന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ലടാ. വിമല അറിഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിച്ച് ഇവിടെ വലിയൊരു കോലാഹലം ഉണ്ടാവുന്നല്ലേ നീ വിചാരിച്ചിരിക്കുന്നത്? ഒരു ചുക്കും ഉണ്ടാവില്ല. ചലഞ്ച് വേണ്ടളിയാ. നീ കണ്ടോടാ, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള വിശ്വാസം നീ കണ്ട് മനസ്സിലാക്ക്. വിമലേ. വേണ്ടളിയാ, എനിക്ക് കാണണ്ട. കാണണം, കണ്ടു പഠിക്കണം. വിമലേ. എന്താ? ഒന്നുമില്ല ചേച്ചി, ഒന്നുമില്ല. ഞാൻ പറയാം. ഇവനെ ഒരു ബോംബും കൊണ്ട് ഇങ്ങനെ നടക്കും. ബോംബോ? എന്റെ ഈശ്വര, എവിടുന്ന് കിട്ടിയടാ നിനക്ക് ഈ ബോംബ്? ആ ബോംബ് അല്ലെന്ന്. നമ്മുടെ ഓഫീസിലെ മോളി വർഗീസ് ഇല്ലേ, അവളെ ഇവൻ എന്ത് ചെയ്തു? എന്റെ ചേച്ചി, ഇവന്റെ കാര്യമല്ലെന്ന്. അവൾ ഇന്ന് എന്റെ ക്യാബിനില് ആടിക്കുഴഞ്ഞൊരു വരവ്. എന്തിനാ? എന്റെ ചേച്ചി ഒന്നുമില്ല ചേച്ചി. ഇതേ പോയി ജോലി ചെയ്ത് ചേച്ചി. നീ മിണ്ടാതിരിക്കെ. ഷാജിയേട്ടൻ പറ. ഞാൻ പറയാം. ലീവ് എഴുതാതെ എല്ലാ ദിവസത്തെ അറ്റൻഡൻസ് അവക്ക് ഒന്നിച്ചൊപ്പിട്ട് പോണം. ഞാൻ സമ്മതിക്കൂ? അപ്പൊ എന്നെ വശീകരിക്കാൻ ഒരു ശ്രമം. നെഞ്ചത്തുനിന്ന് സാരിയൊക്കെ മാറ്റി എന്തിനും തയ്യാറായ ഒരു നിൽപ്പ്. സാരി നേരെ ഇട് എന്ന് ഞാൻ പറഞ്ഞു. കേട്ടില്ല. ഒടുവിൽ ഞാൻ തന്നെ തോളിൽ തുമ്പി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിടിച്ച് തിരിച്ചു നിർത്തി. അപ്പ വാതിലും തുറന്ന് ചേച്ചി, ഇവൻ വിചാരിച്ച് ഞങ്ങള് തമ്മിൽ എന്തോ ഉണ്ടായെന്ന്. അപ്പ തുടങ്ങിയ എന്നെ ഒരുമാതിരി ആക്കുന്ന പോലെ ഒരു ബ്ലാക്ക് മെയിൽ ചിരിയും നടപ്പും. ഇവൻ ഈ വെടി പൊട്ടിക്കുന്നതിന് മുമ്പ് ഞാനായിട്ട് നിന്നോട് പറഞ്ഞതേ ഉള്ളൂ. എനിക്കറിയാമല്ലോ നീ ആ സ്പിരിറ്റിലെ എടുക്കത്തുള്ളന്ന്. കണ്ടോടാ, ഇത്രയേ ഉള്ളു കാര്യം. മോളി വർഗീസിനെ ഞാൻ അപ്പോഴേ കെട്ടോട്ടടിച്ച് അല്ലയോടാ. പോലെ എന്താടാ ഇത്? മോളി വർഗീസ്, മോളെ വിമലേ, വിമല ഞാൻ പറയുന്നത് കേക്ക്. എറിയരുത്. അയ്യോ, അത് പൊട്ടും. ഇന്നലെ ഞാനും നിന്റെ ചേച്ചിയും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. ശബ്ദവും കരച്ചിലൊക്കെ ഞാനും കേട്ടു. 8 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ആദ്യമായിട്ടാ ഇങ്ങനെ. സ്നേഹം കൊണ്ടളിയാ. എല്ലാ ഭാര്യമാർക്കും ഭർത്താക്കന്മാരോട് ഇത്തിരി പൊസസീവ്നെസ് ഒക്കെ ഉണ്ടാവും. ചിലര് മനസ്സിൽ വെക്കും, ചിലരത് റിയാക്ട് ചെയ്യും. ഈ ദാമ്പത്യം എന്നൊക്കെ പറയണത്
അതൊരു പളുങ്ക് പാത്രം പോലെയാ. താഴെ വീണ് ഉടഞ്ഞ് പൊട്ടിപ്പോവാതെ സൂക്ഷിക്കണോളിയാ. അതൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ പറയാമെന്ന വേറൊരു കാര്യമോ, എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് സ്ഥലം വിടണം. നിന്റെ വരവോടെ എന്റെ സമാധാനം ഒക്കെ പോയി. ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു ടോക്കിംഗ് ടൈംസ് എങ്കിലും ഉണ്ട്. നാളെ അതും ഇല്ലാതായാലോ. അച്ഛന്റെ അടുത്തേക്ക് എന്നെ തിരിച്ചു പോണോന്നല്ല ഞാൻ പറയുന്നത്. വേറെ ബന്ധുക്കളുണ്ടല്ലോ, 2 അമ്മാവന്മാര്, ചെറിയമ്മ. അവരുടെയൊക്കെ വീടുകളിൽ ഇവിടത്തെക്കാട്ടി സൗകര്യമുണ്ട്. ഇടയ്ക്ക് 2 ദിവസം ഇവിടെ വന്ന് നിന്നോ. അതല്ലാതെ അളിയൻ വണ്ടി നിർത്ത്. പറഞ്ഞതെനിക്ക് മനസ്സിലായി. അളിയൻ സമാധാനമായിട്ട് ജീവിച്ചോ. ഞാൻ ശല്യാവില്ല. ഓഫീസ് വിട്ട് തിരിച്ചു വരുമ്പോ ഞാൻ ഉണ്ടാവില്ല. പോരെ? അല്ല, ഇന്ന് തന്നെ. ഇനിയൊന്നും പറയണ്ട. ഗുഡ് ബൈ. തമിഴാ? ഇടയ്ക്ക് മലയാളം ഉണ്ടല്ലോ. ഞാൻ മരാക്കുന്നു. മരിക്കുന്നു. മരിക്കുന്നു. അയ്യോ, എന്തിനു മോനെ നീ ഇത് ചെയ്തത്? നീ മരിച്ച പിന്നെ ചേച്ചി ജീവിച്ചിരിക്കുന്നു നീ വിചാരിക്കുന്നുണ്ടോ? ബഹളം വെക്കണ്ട. പിന്നെ ഇതൊരു ആത്മഹത്യാശ്രമമാണെന്ന് ആരും അറിയരുത്. പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കുറ്റം ഡോക്ടർക്കാ. ഇല്ല ഡോക്ടർ, ആരും അറിയില്ല. ടേക്ക് റെസ്റ്റ്. ഇനി ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത് കേട്ടോ. ഞാൻ ആത്മഹത്യ ചെയ്യാനും ആ വാക്കിനി പറയരുത്. നിങ്ങൾ അതിനൊക്കെ കാരണം വെറുതെ എന്റെ കുഞ്ഞിന്റെ മനസ്സ് വിഷമിപ്പിച്ചിട്ട്. ഞാൻ അപ്പോഴത്തെ പ്രയാസത്തിന് എന്തോ പറഞ്ഞു എന്നല്ലാതെ അതിന് ജീവിതം അവസാനിപ്പിച്ചു കളയുന്നൊക്കെ ഞാൻ വിചാരിച്ചോ? അല്ലെങ്കിലും ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നേ? എനിക്ക് വേണ്ടി, നമ്മുടെ അച്ഛന് വേണ്ടി. വേണ്ട ചേച്ചി, ഞാൻ എല്ലാവർക്കും ഒരു ഭാരാണ്. ഒരു ഭാരമല്ല. നീ ഇനി ചേച്ചിയുടെ അടുത്തൊന്ന് എങ്ങോട്ടും പോണ്ട. നമ്മളെ സഹിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവരെങ്ങോട്ടെങ്കിലും പൊയ്ക്കോട്ടെ. സാറേ, വെള്ളത്തിൽ ചാടി കാത്തു നിൽക്കണു. അവർക്ക് ഞാൻ 2000 രൂപ കൊടുത്തതാണല്ലോ. അത് പോരാത്രേ, ഒരു ജീവന്റെ വിലയല്ലേ സാറേ? ഒരു ജീവൻ ഇപ്പൊ എത്ര രൂപയാണെന്ന് അവര് പറയുന്നത്? തർക്കിക്കാനൊന്നും നിൽക്കണ്ട. പൈസ ഞാനും കൊണ്ടുവന്നിട്ടുണ്ട്. സുന്നതെല്ലാം പോയി താനേ കള്ളം പറഞ്ഞല്ലേന്ന്. നിനക്ക് നീന്തൽ അറിയാമായിരുന്നു അല്ലേ? ആമാ. എനിക്കറിയില്ലായിരുന്നു. ഒരു ജീവൻ 5000 രൂപ എന്നൊക്കെ പറഞ്ഞ ഇനി 1 രൂപ അല്ല, പേര് പറഞ്ഞു. ശരിക്കും ആ സമയത്ത് എന്താ തോന്നുക? ഏത് സമയത്ത്? മരണത്തിലേക്ക് ചാടാൻ പോകുന്ന ആ ലാസ്റ്റ് മൊമെന്റിൽ. അപ്പോ
മനസ്സ് ഭയങ്കര ബ്ലാങ്ക് ആയിരിക്കും. പിന്നെ കുട്ടിക്കാലം മുതല് നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങള് സ്ക്രീനിൽ കാണുന്ന പോലെ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞിങ്ങനെ വരും. വല്ലാത്തൊരു എക്സ്പീരിയൻസ് അത്. ഷ്യോ, എനിക്ക് ആലോചിക്കാൻ വയ്യ. ഉം. പണ്ടേ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എനിക്കും തോന്നിയത് ആത്മഹത്യ ചെയ്യാൻ. പക്ഷെ ധൈര്യം വന്നില്ല. ആ ധൈര്യം വേണം. മനക്കരുത്തില്ലാത്തവർക്ക് പറ്റിയ പണിയല്ല ആത്മഹത്യ. നമ്മൾ ഇവിടുത്തെ ലൈഫ് വിട്ട് പോവല്ലേ. വിനു, ഉം. ഡി അവനെ ശല്യപ്പെടുത്താതെ പോയേ. വാ മോനെ. എന്താ ചേച്ചി? നല്ല നെമ്മി പൊരിച്ചതാ. ഊണിന്റെ കൂടെ ആവുമ്പോ നീ അധികം തിന്നില്ല. ദാ, കഴിക്ക്. എന്തിനാ ഇങ്ങനെ? ഈ ചേച്ചിയുടെ ഒരു കാര്യം. കഴിക്കടാ. അച്ഛനെ ഞാൻ എഴുതിയിട്ടുണ്ട്. നിനക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു ജോലി നോക്കുകയാണെന്ന്. ഇവിടെ എന്ത് ജോലി കിട്ടാനാ? കിട്ടുന്ന മതി. നിന്റെ ശമ്പളം കൊണ്ട് ഇവിടെ അരി വാങ്ങിക്കൊന്നും വേണ്ടല്ലോ. വെറുതെ ഇരുന്നിട്ടാ മനസ്സിലിങ്ങനെ വേണ്ടാത്ത ചിന്തകളൊക്കെ ഉണ്ടാവുന്നത്. ഷാജിയേട്ടൻ 1-2 പേരെടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്ന് എൻഗേജ്ഡ് ആയാൽ തന്നെ നീ നന്നാവും. ഉം.